ദി ആക്സ് ഫോർഗെറ്റ്സ് ബട്ട് ദ ട്രീ റിമെമ്പേഴ്സ്. നമസ്കാരം. നവാഗതനായ സംവിധായകൻ ജിഷോ ലോൺ ആന്റണിയുടെ പുതിയ ചിത്രം രുതിരം. നമുക്ക് പോകാം അതിന്റെ വിശേഷങ്ങളിലേക്ക്. മൈസെൽഫ് ജോസഫ് രാജൻ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സംവിധായകൻ ജിഷോ ലോൺ ആന്റണിയും ജോസഫ് കിരൺ ജോർജിന്റെയും എഴുത്തിൽ കന്നഡ താരം രാജ്വി ഷെട്ടിയും അപർണ ബാലമുരളിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന തൃശൂർ വരന്തരപ്പള്ളി ചിമ്മിണി പരിസരങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ബഹുഭാഷാ ചിത്രം രുതിരം ഒരു സർവൈവൽ കം റിവഞ്ച് പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്നു. കന്നഡ താരം രാജ്വി ഷെട്ടിയുടെ കന്നി മലയാളം മൂവിയായിട്ടാണ് രുതിരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മമ്മൂട്ടി ചിത്രം ടർബോയിലും കൊണ്ടൽ എന്ന സിനിമയിലും ഇതിനു മുന്നേ നമ്മൾ അദ്ദേഹത്തെ കാണുകയുണ്ടായി. കിഷ്കിന്ധാകാന്തം എന്ന സിനിമയ്ക്ക് ശേഷം അപർണ ബാലമുരളി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് രുതിരം. ഇവരെ കൂടാതെ പിക്കു എന്ന നായ്ക്കുട്ടിയും ഒരെലിയും കുറെ തേനീച്ചകളും ഈ ചിത്രത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ്. മറ്റു കഥാപാത്രങ്ങൾ വളരെ കുറവാണെങ്കിലും ഉള്ളവർ ഭംഗിയായി തന്നെ അവരുടെ ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മികച്ച വിഷ്വൽസും കാടിന്റെ മനോഹാരിതയും ഒട്ടും ചോരാതെ തന്നെ ഈ സിനിമയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കഥ നടക്കുന്ന പ്രദേശത്തിന്റെ ഏരിയൽ വ്യൂസ് എല്ലാം വളരെ മനോഹരമായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ സിനിമയിലെ ചില സീനുകൾ വിദേശ ചിത്രങ്ങളുടെ ക്വാളിറ്റിയിൽ നിലനിർത്താൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയിൽ കാണിച്ചിട്ടുള്ള വയലൻസും ടോർച്ചറിങ് സീനുകളും ഒരുപക്ഷെ എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. കാരണം ആ സീനുകളെല്ലാം തന്നെ അതിന്റെ ഡെപ്തിൽ എടുക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സൈക്കോപാത്തിന്റെ പ്രതികാര രീതികളൊക്കെ തന്നെ. പിന്നെ ഈ സിനിമയുടെ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിലെ ലാഗ് ആയിരുന്നു. കഥ എങ്ങോട്ടും പോകാതെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥ. അതിനാൽ തന്നെ ഇന്റർവെൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫോട് കൂടി സിനിമയുടെ പേസ് കൂടുന്നുണ്ട്. വളരെ എൻഗേജ്ഡായി തന്നെ കഥ മുന്നോട്ട് പോകുന്നു. ഈ സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് അതിന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് സീനിൽ നായികയുടെ സെൽഫ് ഡിഫൻസും ഫൈറ്റ് സീൻസും എല്ലാം വളരെ മനോഹരമായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. അവസാന ഭാഗങ്ങളിലെ ഫ്ലാഷ് ബാക്ക് സീനുകളാണ് കഥയുടെ ചുരുളഴിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവുമെന്നതിനാൽ ചുരുക്കുന്നു. എങ്കിലും ഒരു കാര്യം പറയാം. ഫാമിലി മൂവി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവുണ്ടെങ്കിലും ഒരു ത്രില്ലർ മൂവി പ്രതീക്ഷിക്കുന്നവർക്ക് ഒട്ടും തന്നെ നിരാശരാകേണ്ടി വരില്ല. ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. രുതിരം ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.